അടിപൊളിയായിരുന്നു. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ KTDC ഈ ഗോൾഡൻ പീക്കിന്റെ പ്രിമൈസസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. സ്റ്റാഫുകളെല്ലാം കൊള്ളാം. ഇവിടെ നല്ല ഭംഗിയുണ്ട്, പൂക്കളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളാണ്. ഈ കരിങ്കല്ല് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇവിടെ മൊത്തം. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? ഷെഫിന്റെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കൊള്ളാം, ടേസ്റ്റിയാണോ? ഒരു വർഷം മുമ്പ് നമ്മളെ ഈ ഗോൾഡൻ പീക്കിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ്. നമുക്ക് ഇപ്പോഴത്തെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ റിസോർട്ടിന്റെ ഇനാഗുറേഷന്റെ ഒരു ഫലകം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിറകിൽ നല്ലൊരു ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ഉണ്ട്, കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ പരിപാടി എന്തോ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പൊക്കെ റെഡിയാക്കി ഇട്ടേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാർബിക്യൂ സെറ്റപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിത്ത് പെർമിഷനോടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ഒരു 1 or 2 days നിങ്ങൾക്ക് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് പ്രൈവസിയോടുകൂടി നല്ല ക്ലൈമറ്റിൽ നല്ല ഫുഡൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇനി നമുക്ക് താഴോട്ടൊക്കെയുള്ള കോട്ടേജസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കരിങ്കല്ല് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇവിടെ മൊത്തം. ഇവിടുത്തെ കോട്ടേജസ് എല്ലാം അടുത്തടുത്താണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിലും പക്ഷെ നല്ലൊരു പ്രൈവസി ഉണ്ട് എല്ലാ കോട്ടേജസിനും. എൻ്റെ ഫ്രണ്ടേജൊക്കെ നല്ല വ്യൂ ഒക്കെ ഉള്ളതാണ് എല്ലാത്തിൻ്റെയും. അടിപൊളി കൺസ്ട്രക്ഷനാണ്. പിന്നെ നല്ലൊരു കൂളിംഗ് ഉണ്ട്. പക്ഷേ ഈ ഒരു വ്യൂ ഒക്കെ ഒന്ന് നോക്കിയേ. രാവിലെ എണീറ്റ് സൺറൈസൊക്കെ ഇവിടെ ഇരുന്ന് കാണുന്ന ഒരു കാഴ്ചയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ KTDC ഈ ഗോൾഡൻ പീക്കിൻ്റെ പ്രിമൈസസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ പൊന്മുടിയിലേക്കൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്നു പോകാതെ ഇവിടെ 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് ട്രക്കിങ്ങും അല്ലാത്ത വ്യൂ പോയിൻറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്ത് എല്ലാം ഒന്ന് ആസ്വദിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു സൗകര്യമാണ് നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഗോൾഡൻ പീക്ക് എന്ന് പറയുന്ന റിസോർട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഗോൾഡൻ പീക്കിലെ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 2 മണിക്കും ചെക്ക് ഔട്ട് ഉച്ചയ്ക്ക് 12 മണിക്കും. ഇവിടെ പല കാറ്റഗറിയിലുള്ള റൂംസ് അവൈലബിൾ ആണ്. കാറ്റഗറി മാറുന്നതനുസരിച്ച് റൂംസിൻ്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാകും. ബുക്കിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഗോൾഡൻ പീക്ക് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം കണ്ട 2 സുഹൃത്തുക്കളാണ്. പേരെങ്ങനെയുണ്ട്? പേര് മുഹമ്മദ് ഐസം, ഖദീജത്തുൽ ഹാദിയ. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ട്രിവാൻഡ്രം. എങ്ങനെയുണ്ട് ഗോൾഡൻ പീക്കൊക്കെ? അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല ഭംഗിയുണ്ട്, പൂക്കളൊക്കെ ആയിട്ട് സ്റ്റാഫുകളെല്ലാം കൊള്ളാം. സ്റ്റാഫുകൾ അടിപൊളിയാണല്ലേ? പിന്നെ ഇവിടെ കുറേ മലകളൊക്കെ ഉണ്ട്, നല്ല കാഴ്ചകളാണ്. ഓക്കെ, ഈ പൊന്മുടി ടോപ്പാണോ ഇഷ്ടപ്പെട്ടത്? ഇവിടേക്കുള്ള യാത്രയാണോ ഇഷ്ടപ്പെട്ടത്? യാത്രയാണ് ഇഷ്ടപ്പെട്ടത്. ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? ഷെഫിന്റെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കൊള്ളാം, ടേസ്റ്റിയാണോ? ഗൈസ്, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ആദർശ്, ഇറ്റ്സ് മീ ഇന്ദു, സൈനിങ് ഓഫ് ഫ്രം 90s Kid Official.